മലേഷ്യക്കാരുടെ ഫേവറേറ്റ് ഭക്ഷണം അത് മാത്രമല്ല നമുക്കും കൂടി ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് ഈ നാസി അയാം എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ എന്ന് പറയുന്നത്. ചോറുണ്ടാവും, അതുപോലെ ചിക്കൻ ഉണ്ടാവും, കുറച്ച് സൈഡ് ഐറ്റംസ് ഉണ്ടാവും. എന്തായാലും നമുക്കിത് എങ്ങനെ പരിചയപ്പെടാം. തൂങ്ങിക്കെടുക്കുന്ന ചിക്കനിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പീസ് അങ്ങ് വാങ്ങാം. ഞാൻ ചെസ്റ്റ് പീസാണ് വാങ്ങിയത്. അത് അങ്ങ് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഓയിൽ അങ്ങ് ഇട്ടിട്ട് ഒരു ഒറ്റ പൊരിക്കൂട്ടോ. സോയ അങ്ങനെ എന്തൊക്കെയാണ് അതിൻ്റെ മേലെ കോട്ടിങ് ആയിട്ടുള്ളത്. അതുപോലെ സൈഡാണ് ഈ കാണുന്ന സംഭവങ്ങൾ. നാസി അയാമിൻ്റെ ഒപ്പം കഴിക്കാൻ നമ്മൾ തെമ്പേന്നൊരു സംഭവം കഴിക്കുന്നത്. തെമ്പേന്ന് ഇതിൻ്റെ ഇപ്പോൾ പ്രൊണൗൺസിയേഷൻ തെറ്റുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഈ ചെറുപയറൊക്കെ ആയിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. എന്താണെന്നറിയില്ല, നാവിലൊന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ. അതൊരു 4 കഷ്ണാക്കിയിട്ടുണ്ടല്ലോ, അങ്ങ് വെട്ടി അങ്ങ് എടുക്കും. ഇത് ഫ്രീസറിൽ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ കട്ടായിട്ട് ഇരിക്കുന്നത്. പിന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലേ ഒന്നങ്ങ് സബ്സ്ക്രൈബ് ചെയ്തേക്കിട്ടാ. ഇനി ഇതാ അതിൻ്റെ മേലെ ഉണ്ടല്ലോ, ഇതങ്ങ് വെച്ചതിന് ശേഷം എന്തൊരു ഗ്രേവി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ പറയില്ല, പഴംപൊരിയൊക്കെ പൊരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ മേലെ ഒരു ബാറ്റർ പൊരിക്കില്ല, അതുപോലത്തെ ഒരു സംഭവം അതിൻ്റെ മേലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടല്ലോ. ഓരോന്ന് എടുത്തിട്ട് അതങ്ങ് പൊരിക്കുന്നാട്ടാ തോന്നുന്നത്. പിന്നെ ഇതൊക്കെ കാണാനുള്ള കാണികളാണെങ്കിൽ ഇവിടെ ഒരുപാടുണ്ട്. ഇനി അടുത്തെന്ന് വെച്ചാൽ കുറച്ച് നേരത്തിനൊന്ന് റെസ്റ്റ് ചെയ്ത് നന്നായി മുക്കി പിടിപ്പിച്ചതിൻ്റെ ശേഷം ഉണ്ടല്ലോ നമ്മൾ ഓയിലിൽ ഇട്ടിട്ട് ഓരോന്നാക്കിയിട്ട് അങ്ങ് പൊരിക്കുക തന്നെയാണ് കേട്ടോ. നമ്മളെ പ്രഡിക്ഷൻ തെറ്റിയില്ല, ഇത് തന്നെയാണ് സംഭവം. അതിൻ്റെ സൈഡിൽ തന്നെ ചിക്കനും പൊരിച്ചു വെച്ചിട്ടുണ്ട്. കാണാൻ നമുക്കെല്ലാം ഓരോന്ന് പൊരിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ നല്ല മണം വന്നിരുന്നിട്ട് അത് കാണാനും നല്ല ഭംഗി ഉണ്ടായിരുന്നു. ആ ചിക്കനൊക്കെ ഇരിക്കണേ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചേരം ഹോട്ടലൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതാണ് കേട്ടോ ഹോട്ടൽ എന്ന് പറയുന്നതല്ലേ, വിസ്താരമായിട്ട് കാറ്റോട്ടുള്ള ഹോട്ടൽ. അങ്ങനെ റൈസായി, വെജിറ്റബിൾസ് ആയി, ചിക്കനായി. ഇനി ഇത് നമ്മൾ എടുത്തിട്ട് അങ്ങ് കഴിച്ചാൽ മാത്രം മതി. കാണുമ്പോൾ തന്നെ അറിയാലോ, ഒരു ഓയിൽ ഇതാക്കിയതിൻ്റെ ഒരു ചെറിയ അൺഹെൽത്തി എന്നുള്ളൂ. ബാക്കിയൊക്കെ ഉണ്ടല്ലോ ഹെൽത്തി ആയിട്ടൊരു ഫുഡാണ് ഈ സംഭവം എന്ന് പറയുന്നത്. നമ്മൾ നേരെ ഇരിക്കുന്നവർ ഇതൊന്നും കഴിച്ചില്ല, എനിക്ക് അതൊന്നും പറ്റില്ല കേട്ടാ. ഇവരെ റൈസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലത്തെ ബിരിഞ്ചി മൂടാണ്, വേറെ ഒന്നല്ല കേട്ടോ. ഈ ഒരു ചിക്കനും ഈ ഒരു റൈസൊക്കെ കഴിക്കാൻ പ്രത്യേകതരം ടേസ്റ്റാണ്. നമുക്ക് എന്തായാലും കണക്റ്റ് ആവുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ. ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു ചോറിൻ്റെ ഫ്ലേവർ ഉണ്ടല്ലോ, നല്ല രീതിക്കുള്ള ഫ്ലേവർ തന്നെ ആ ഒരു റൈസിന് ഉണ്ടാവാറുണ്ട്. പിന്നെ ഈ ഒരു ചിക്കൻ എന്ന് പറയുന്നത് അതിൻ്റെ മേലത്തെ കോട്ടിങ്ങൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മേ ബി നമ്മൾ ആ ഒരു സംഭവമൊക്കെ കൂട്ടി ചേർത്ത് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒപ്പം നമുക്കൊരു സൂപ്പും കൂടി സെർവ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടാവില്ല. കാരണം ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് ചിലപ്പോൾ കണക്റ്റ് ആക്കാൻ പറ്റിയെന്ന് വരില്ല. നല്ല ഹെൽത്തി സാധനമായിട്ട് നമുക്ക് പിടിക്കില്ല, അതുകൊണ്ട് നമ്മൾ കെച്ചപ്പ് കുഴിച്ചിട്ട് ചിലവരൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവസാനമായിട്ട് ഇതാ നമുക്കൊരു മുട്ട കുറിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഇവരെ തന്നെ ഒരു സ്പെഷ്യൽ സംഭവം കേട്ടോ. ഇങ്ങനത്തെ ഒരുപാട് വെറൈറ്റി ഫുഡ് വീഡിയോസൊക്കെ കാണിച്ചു തരാൻ നമ്മളെ ഉള്ളൂ അല്ലേ. എന്തായാലും നിങ്ങൾ നമ്മളൊന്ന് ഫോളോ ചെയ്യാം, അല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ.